Good morning to all. Today we are going to discuss about the topic working capital management. Working capital is the capital required for the day-to-day working of an enterprise. It is required for the purchase of raw materials and for meeting the day-to-day expenditure on salaries, wages, rent, advertising, etc. വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഡേ ടു ഡേ എക്സ്പെൻഡിച്ചർ മീറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ക്യാപിറ്റൽ എന്ന് പറയുന്നതാണ് വർക്കിംഗ് ക്യാപിറ്റൽ. നമ്മൾ സാധാരണയായിട്ട് റോ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യാനും അതുപോലെ തന്നെ ഡേ ടു ഡേ എക്സ്പെൻഡിച്ചറായ സാലറീസ്, വേജസ്, അഡ്വർടൈസിങ് ഇതുപോലുള്ള എക്സ്പെൻസസ് ഒക്കെ മീറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ക്യാപിറ്റൽ എന്ന് പറയുന്നതാണ് വർക്കിംഗ് ക്യാപിറ്റൽ. അപ്പം വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഡേ ടു ഡേ എക്സ്പെൻഡിച്ചർ അല്ലെങ്കിൽ ഡേ ടു ഡേ എക്സ്പെൻസസ് മീറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഫേംസിൻ്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നതാണ് വർക്കിംഗ് ക്യാപിറ്റൽ. വർക്കിംഗ് ക്യാപിറ്റൽ ഈസ് നീഡഡ് ഫോർ ഹോൾഡിംഗ് സം കൺവേർട്ടബിൾ അസറ്റ്സ് സച്ച് ആസ് സ്റ്റോക്ക്, ബുക്ക് ഡെറ്റ്സ്, ബിൽസ് റിസീവബിൾ ആൻഡ് ക്യാഷ്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ഫണ്ട്സ് ഇൻവെസ്റ്റഡ് ഇൻ കറണ്ട് അസറ്റ്സ്. കറണ്ട് അസറ്റ്സ് അല്ലെങ്കിൽ കൺവേർട്ടബിൾ അസറ്റ്സ് ആയ സ്റ്റോക്ക്, ബുക്ക് ഡെറ്റ്സ്, ബിൽസ് റിസീവബിൾ, ക്യാഷ് ഇങ്ങനെയുള്ള അസറ്റ്സ് ഒക്കെ പർച്ചേസ് ചെയ്യാൻ വേണ്ടി വർക്കിംഗ് ക്യാപിറ്റലാണ് ഉപയോഗിക്കുന്നത്. എന്ന് വെച്ചാൽ നമ്മുടെ കറണ്ട് അസറ്റിന്മേൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് വർക്കിംഗ് ക്യാപിറ്റലാണ്. അപ്പോൾ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ബിസിനസ് ഫേമിൻ്റെ ഡേ ടു ഡേ എക്സ്പെൻസസിന് ഉപയോഗിക്കുന്ന ക്യാപിറ്റലാണ്. ഈ ക്യാപിറ്റൽ സാധാരണയായിട്ട് കറണ്ട് അസറ്റിന്മേലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. The firm operates its business through current assets. These assets are converted in the sense that these change from one form of assets to another. Cash is converted into raw materials into work in progress into finished goods, then finished goods into book debts and bills receivable, and then book debts and bills receivable into cash. Thus, amount goes on circulating or revolving from cash to current assets and current assets to cash. That is why working capital is also called circulating capital or revolving capital or floating capital or liquid capital. നമ്മൾ പറഞ്ഞു ബിസിനസ് ഫേമിൻ്റെ കറണ്ട് അസറ്റിന്മേൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് വർക്കിംഗ് ക്യാപിറ്റലാണ്. അപ്പം വർക്കിംഗ് ക്യാപിറ്റൽ അപ്പം ഒരു ബിസിനസ് ഫേമിൻ്റെ കറണ്ട് അസറ്റ്സ് എന്ന് വെച്ചാൽ ഒരു ബിസിനസ് ഫേം ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി കറണ്ട് അസറ്റ്സ് ആവശ്യമാണ്. ഈ കറണ്ട് അസറ്റ്സ് കൺവേർട്ട് ചെയ്യുന്നതാണ്. കൺവേർട്ട് എന്ന് വെച്ചാൽ ക്യാഷ് എന്ന് പറയുന്ന ഒരു കറണ്ട് അസറ്റ്സ് ആണ്. ആ ക്യാഷ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ റോ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യുന്നു. അപ്പോൾ ക്യാഷ് എന്തായി മാറുന്നു? റോ മെറ്റീരിയൽസ് ആയിട്ട് മാറുന്നു. ദെൻ റോ മെറ്റീരിയൽസ് വർക്ക് ഇൻ പ്രോഗ്രസ് ആയിട്ട് മാറുന്നു. വർക്ക് ഇൻ പ്രോഗ്രസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സെമി ഫിനിഷ്ഡ് പ്രൊഡക്റ്റാണ്. ഈ റോ മെറ്റീരിയൽസ് നമ്മൾ പ്രൊഡക്റ്റായിട്ട് നമ്മൾ ഫിനിഷ്ഡ് ഗുഡ്സ് ആക്കി മാറ്റുന്നുണ്ട്. അപ്പോൾ ഫിനിഷ്ഡ് ഗുഡ്സ് ആക്കി മാറ്റുന്നതിൻ്റെ ആ ഇടയ്ക്കുള്ള ഭാഗം അല്ലെങ്കിൽ ഒരു പകുതി ഫിനിഷ്ഡ് ഗുഡ്സ് ആയിട്ടുള്ള ആ പ്രോഡക്റ്റിനാണ് നമ്മൾ വർക്ക് ഇൻ പ്രോഗ്രസ് എന്ന് പറയുന്നത്. അപ്പം വർക്ക് ഇൻ പ്രോഗ്രസ് എന്ന് പറയുന്നതും കറണ്ട് അസറ്റിൽ ഉൾപ്പെടുന്നതാണ്. അപ്പം ക്യാഷിനെ നമ്മൾ റോ മെറ്റീരിയൽസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു, ദെൻ വർക്ക് ഇൻ പ്രോഗ്രസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു, ദെൻ വർക്ക് ഇൻ പ്രോഗ്രസിനെ ഫിനിഷ്ഡ് ഗുഡ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ദെൻ ഫിനിഷ്ഡ് ഗുഡ്സിന് എന്ത് ചെയ്യും? ബുക്ക് ഡെറ്റ്സ് ആയിട്ട് നമ്മളത് സെയിൽസ് നടത്തും. സെയിൽസ് നടത്തുകയാണെങ്കിൽ നമുക്ക് ഓൺ ദി സ്പോട്ട് നമുക്ക് ക്യാഷായിട്ട് മാറുന്നു അല്ലേ, ക്യാഷായിട്ട് കിട്ടുന്നു. അല്ല എങ്കിൽ എന്തായിരിക്കും? ഡെറ്റ്സ് ആയിട്ട് നമ്മൾ ഡെറ്റേഴ്സ് നമ്മൾ സെയിൽസ് നടത്തും. അപ്പോൾ അവിടെ ഡെറ്റേഴ്സ് ഉണ്ടാവുന്നു, അല്ലെങ്കിൽ ബിൽസ് റിസീവബിൾ ഉണ്ടാവുന്നു. ദെൻ ഈ ഡെറ്റേഴ്സും ബിൽസ് റിസീവബിളും എന്തായിരിക്കും? ക്യാഷായിട്ട് അവരുടെ കയ്യിൽ നിന്ന് ക്യാഷ് കിട്ടുമ്പം നമുക്ക് ക്യാഷായിട്ട് മാറുന്നു. എന്ന് വെച്ചാൽ ബിസിനസ് ഫേമിലെ കറണ്ട് അസറ്റ് ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, കൺവേർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഇവിടെ പറയുന്നത്. ഇത് എമൗണ്ട് ഗോസ് ഓൺ സർക്കുലേറ്റിംഗ് ഓർ റിവോൾവിംഗ് ഫ്രം ക്യാഷ് ടു കറണ്ട് അസറ്റ്സ് ആൻഡ് കറണ്ട് അസറ്റ്സ് ടു ക്യാഷ്. എന്ന് വെച്ചാൽ ബിസിനസ് ഫേമിലെ ക്യാഷ് എന്തായിരിക്കും? കറണ്ട് അസറ്റ്സ് ആയിട്ടും ദെൻ കറണ്ട് അസറ്റ്സ് ക്യാഷായിട്ടും റിവോൾവ് ചെയ്യുകയാണ്, സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് വർക്കിംഗ് ക്യാപിറ്റലിനെ സർക്കുലേറ്റിംഗ് ക്യാപിറ്റൽ, അതുപോലെ റിവോൾവിംഗ് ക്യാപിറ്റൽ, സർക്കുലേറ്റ് ചെയ്യുന്ന ക്യാപിറ്റൽ അതിന് റിവോൾവിംഗ് ക്യാപിറ്റൽ അല്ലെങ്കിൽ ഫ്ലോട്ടിംഗ് ഓർ ലിക്വിഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നു. അപ്പോൾ ഇവിടെ ഇതാണ് നമ്മൾ വർക്കിംഗ് ക്യാപിറ്റലാണ് പഠിക്കുന്നത്. വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ബിസിനസ് ഫേമിൻ്റെ ഡേ ടു ഡേ എക്സ്പെൻസസ് മീറ്റ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ഡേ ടു ഡേ വർക്കിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന ക്യാപിറ്റലിന് പറയുന്നതാണ് വർക്കിംഗ് ക്യാപിറ്റൽ. ഈ വർക്കിംഗ് ക്യാപിറ്റൽ സാധാരണയായിട്ട് കറണ്ട് അസറ്റ് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ കറണ്ട് അസറ്റിൻ്റെ പ്രത്യേകത നമുക്കറിയാം. കറണ്ട് അസറ്റ്
കൺവേർട്ടബിൾ അസറ്റാണ്, അല്ലെങ്കിൽ കൺവേർട്ട് ചെയ്യുന്നു. ക്യാഷിൽ നിന്ന് കറണ്ട് അസറ്റായിട്ടും അതുപോലെ തന്നെ കറണ്ട് അസറ്റിൽ നിന്ന് അല്ലേ, ക്യാഷിൽ നിന്ന് നമ്മൾ കറണ്ട് അസറ്റിൽ നിന്ന് ക്യാഷായിട്ടും അത് കൺവേർട്ട് ചെയ്യുന്നു. അതുകൊണ്ട് വർക്കിംഗ് ക്യാപിറ്റൽ എന്താ? ഫ്ലോട്ടിംഗ് ക്യാപിറ്റൽ ഓർ സർക്കുലേറ്റിംഗ് ക്യാപിറ്റൽ, അതുപോലെ റിവോൾവിംഗ് ക്യാപിറ്റൽ എന്നും പറയുന്നു. ഇതിൻ്റെ ഡെഫിനിഷനാണ്. അക്കോർഡിംഗ് ടു ഷുബിൻ, വർക്കിംഗ് ക്യാപിറ്റൽ ഈസ് ദ എമൗണ്ട് ഓഫ് ഫണ്ട്സ് നെസസറി ടു കൺവേർട്ട് ദ കോസ്റ്റ് ഓഫ് ഓപ്പറേറ്റിംഗ് ദ എക്സ്പെൻസസ്. ഇവിടെ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ദ എമൗണ്ട് ഓഫ് ഫണ്ട്സ് നെസസറി ടു കൺവേർട്ട് ദ കോസ്റ്റ് ഓഫ് ഓപ്പറേറ്റിംഗ് ദ എൻ്റർപ്രൈസസ്. ഒരു ബിസിനസ് ഫേമിൻ്റെ അല്ലെങ്കിൽ എൻ്റർപ്രൈസസിൻ്റെ കോസ്റ്റ് ഓഫ് ഓപ്പറേറ്റിംഗ് കവർ ചെയ്യാൻ വേണ്ടിയുള്ള എമൗണ്ട് അല്ലെങ്കിൽ ആ ഫണ്ടിനാണെന്ന് പറയുന്നത് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ദെൻ വർക്കിംഗ് ക്യാപിറ്റൽ ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഇൻഫ്ലോ ആൻഡ് ഔട്ട്ഫ്ലോ ഓഫ് ഫണ്ട്. വർക്കിംഗ് ക്യാപിറ്റൽ നമുക്ക് വേറെ രീതിയിൽ പറയാൻ പറ്റും. ഒരു ബിസിനസ് ഫേമിൻ്റെ ഇൻഫ്ലോയും ഔട്ട്ഫ്ലോയും തമ്മിലുള്ള ഡിഫറൻസ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയാൻ സാധിക്കും. അതുപോലെ തന്നെ ഇൻ അതർ വേർഡ്സ് ഇറ്റ് ഈസ് ദ നെറ്റ് ക്യാഷ് ഇൻഫ്ലോ. നെറ്റ് ക്യാഷ് ഇൻഫ്ലോയ്ക്കും വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയാൻ വേണ്ടി സാധിക്കും. നെറ്റ് ക്യാഷ് ഇൻഫ്ലോ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇൻഫ്ലോ മൈനസ് ഔട്ട്ഫ്ലോ ആണ് അല്ലേ. അപ്പോൾ ഇൻഫ്ലോയും ഔട്ട്ഫ്ലോയും തമ്മിലുള്ള ഡിഫറൻസ് ആണ് നെറ്റ് ക്യാഷ് ഇൻഫ്ലോ. അത് നമുക്ക് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയാൻ വേണ്ടി സാധിക്കും. ദെൻ ഇറ്റ് ഈസ് ദ അസറ്റ് ടു ലയബിലിറ്റീസ് റിക്വയർഡ് ടു ഓപ്പറേറ്റ് എ ബിസിനസ് ഓൺ ഡേ ടു ഡേ ബേസിസ്. എന്ന് വെച്ചാൽ ഒരു ബിസിനസ് ഫേമിൻ്റെ ഡേ ടു ഡേ ബിസിനസ് ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള അസറ്റിനെയും ലയബിലിറ്റീസിനെയും നമുക്ക് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയാൻ സാധിക്കും. ഒരു ബിസിനസ്സിൻ്റെ ഡേ ടു ഡേ ഓരോ ദിവസത്തിലുണ്ടാകുന്ന അല്ലെങ്കിൽ ഓരോ ദിവസവും നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി എന്തൊക്കെ അസറ്റ്സ് ആണ് വേണ്ടത്, എന്തൊക്കെ ലയബിലിറ്റീസ് ആണ് വേണ്ടത്, അതിനു വേണ്ടിയുള്ള ആ ക്യാപിറ്റലിന് എന്ത് പറയാൻ വേണ്ടി സാധിക്കും? വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയാൻ സാധിക്കും. ഇനി നമുക്ക് പഠിക്കാനുള്ളത് കൺസെപ്റ്റ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റലാണ്. കൺസെപ്റ്റ് 3 തരം കൺസെപ്റ്റാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഗ്രോസ് കൺസെപ്റ്റ്, സെക്കൻഡ് വൺ പഠിക്കാനുള്ളത് നെറ്റ് കൺസെപ്റ്റ്, മൂന്നാമത്തത് സീറോ വർക്കിംഗ് ക്യാപിറ്റൽ കൺസെപ്റ്റ്. അങ്ങനെ 3 കൺസെപ്റ്റാണ്. അതിൽ ഫസ്റ്റ് വൺ ഗ്രോസ് കൺസെപ്റ്റ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ. ഗ്രോസ് കൺസെപ്റ്റ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ. According to gross concept, working capital refers to the amount of funds invested in current asset. Thus, working capital is equal to total current asset. The working capital as per gross concept called gross working capital. This concept is used by the management to evaluate the current working capital position and to ensure the optimum investment in individual current asset. Gross concept is a quantitative concept. ഇതിനകത്ത് ഗ്രോസ് കൺസെപ്റ്റ് പ്രകാരം പറയുന്നത് ഒരു ബിസിനസ് ഫേമിൻ്റെ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഇവിടെ പറയുന്ന വർക്കിംഗ് ക്യാപിറ്റൽ റെഫേഴ്സ് ടു ദ എമൗണ്ട് ഓഫ് ഫണ്ട്സ് ഇൻവെസ്റ്റഡ് ഇൻ കറണ്ട് അസറ്റ്. ഒരു ബിസിനസ് ഫേമിൻ്റെ കറണ്ട് അസറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ആ ഫണ്ടിനാണ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ കറണ്ട് അസറ്റ് തന്നെയാണ്. ഒരു ബിസിനസ് ഫേമിൻ്റെ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് ആ ബിസിനസ് ഫേമിൻ്റെ കറണ്ട് അസറ്റിന് തുല്യമാണ്. ഇത് ഗ്രോസ് കൺസെപ്റ്റ് പ്രകാരമാണ്. ഗ്രോസ് കൺസെപ്റ്റ് പ്രകാരം ഒരു ബിസിനസ് ഫേമിൻ്റെ കറണ്ട് അസറ്റ് എത്രത്തോളം ഉണ്ടോ ആ കറണ്ട് അസറ്റ് മുഴുവൻ അല്ലെങ്കിൽ ആ കറണ്ട് അസറ്റിൻ്റെ ടോട്ടലിന് നമുക്ക് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയാൻ വേണ്ടി സാധിക്കും. അതുകൊണ്ടാണ് ഇവിടെ ഗ്രോസ് കൺസെപ്റ്റ് അല്ലേ. ഗ്രോസ് കൺസെപ്റ്റ് പ്രകാരം ഒരു ബിസിനസ് ഫേമിൻ്റെ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് ആ ബിസിനസ് ഫേമിൻ്റെ ടോട്ടൽ കറണ്ട് അസറ്റ് ആണ്. ദെൻ ഈ കൺസെപ്റ്റ് മാനേജ്മെൻറ്റ് സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത് ബിസിനസ് ഫേമിൻ്റെ കറൻറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ പൊസിഷൻ ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. കറണ്ട് ഇപ്പോഴുള്ള വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ പൊസിഷൻ ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ബിസിനസ് ഫേം സാധാരണയായിട്ട് ഈ കൺസെപ്റ്റ് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ഓപ്റ്റിമം ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ഇൻഡിവിജ്വൽ കറണ്ട് അസറ്റ്. ഇൻഡിവിജ്വൽ കറണ്ട് അസറ്റ് എന്ന് പറഞ്ഞാൽ ഓരോ കറണ്ട് അസറ്റും ക്യാഷ് എത്രത്തോളമാണുള്ളത്, സ്റ്റോക്ക് എത്രത്തോളമാണുള്ളത്, ഡെറ്റേഴ്സ് എത്രത്തോളമാണുള്ളത്, അങ്ങനെ ഓരോ ഇൻഡിവിജ്വൽ കറണ്ട് അസറ്റിൻ്റെയും ഓപ്റ്റിമം ഇൻവെസ്റ്റ്മെൻറ്റ് എൻഷുർ ചെയ്യാൻ വേണ്ടിയും ഈ ഗ്രോസ് കൺസെപ്റ്റാണ് ഉപയോഗിക്കുന്നത്. ഗ്രോസ് കൺസെപ്റ്റിനെ നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ് കൺസെപ്റ്റ് എന്നും പറയുന്നു. ഗ്രോസ് കൺസെപ്റ്റിനെ ക്വാണ്ടിറ്റേറ്റീവ് കൺസെപ്റ്റ് എന്നും പറയുന്നു. ദെൻ ഈ ഗ്രോസ് കൺസെപ്റ്റിന് ഉപയോഗിക്കാൻ അല്ലെങ്കിൽ ഗ്രോസ് കൺസെപ്റ്റിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ പറയുന്നത് ദിസ് കൺസെപ്റ്റ് ഈസ് ഹെൽപ്ഫുൾ ഇൻ ഡിറ്റർമൈനിങ് ദ
കറക്റ്റ് എമൗണ്ട് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ അറ്റ് ദ റൈറ്റ് ടൈം. നമുക്ക് ഈ ഗ്രോസ് കൺസെപ്റ്റ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ ഉപയോഗിക്കുകയാണെങ്കിൽ ഓരോ സമയത്തും അല്ലെങ്കിൽ ഏത് സമയത്താണ് നമുക്ക് വർക്കിംഗ് ക്യാപിറ്റൽ ആവശ്യമുള്ളത് ആ സമയത്തുള്ള കറക്റ്റ് വർക്കിംഗ് ക്യാപിറ്റൽ നമുക്ക് ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടി സാധിക്കും. അതാണ് ഇവിടെ പറയുന്നത്. ദിസ് കൺസെപ്റ്റ് ഈസ് ഹെൽപ്ഫുൾ ഇൻ ഡിറ്റർമൈനിങ് ദ കറക്റ്റ് എമൗണ്ട് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ അറ്റ് ദ റൈറ്റ് ടൈം. സെക്കൻഡ് വൺ, ഇറ്റ് ഹെൽപ്സ് ഇൻ പ്ലാനിങ് ആൻഡ് കൺട്രോൾ ഓഫ് ഇൻഡിവിജ്വൽ കറണ്ട് അസെറ്റ്സ്. എന്നുവെച്ചാൽ ഇൻഡിവിജ്വൽ കറണ്ട് അസെറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഓരോ കറണ്ട് അസെറ്റും അല്ലേ, ഈ കറണ്ട് അസെറ്റ് എല്ലാം നമ്മൾ വർക്കിംഗ് ക്യാപിറ്റലായിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ കറണ്ട് അസെറ്റിനെയും നമുക്ക് പ്ലാൻ ചെയ്യാൻ വേണ്ടി അതുപോലെ തന്നെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നത് ഈ ഗ്രോസ് കൺസെപ്റ്റ് പ്രകാരമാണ്. തേർഡ് വൺ, ഇറ്റ് ഹെൽപ്സ് ടു മാക്സിമൈസ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്. എന്നുവെച്ചാൽ നമുക്ക് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് മാക്സിമൈസ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നു. എന്ന് വെച്ചാൽ ഈ കൺസെപ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് നമുക്കറിയാം വർക്കിംഗ് ക്യാപിറ്റൽ നമുക്ക് ഈ അസറ്റിൽ നിന്ന് എത്രത്തോളം റിട്ടേൺ ആണ് കിട്ടുന്നത്, ആ റിട്ടേൺ അല്ലേ നമുക്കറിയാം ഓരോ അസറ്റിനും നമുക്ക് റിട്ടേൺ കിട്ടുന്നുണ്ട്, ആ റിട്ടേൺ നമുക്ക് മാക്സിമൈസ് ചെയ്യാൻ വേണ്ടി ഈ ഗ്രോസ് കൺസെപ്റ്റ് വഴി സാധിക്കുന്നു. ദ നെക്സ്റ്റ് വൺ, ഇറ്റ് ഹെൽപ്സ് ഇൻ ഫിക്സേഷൻ ഓഫ് ഫിനാൻഷ്യൽ റെസ്പോൺസിബിലിറ്റി. ഫിനാൻഷ്യൽ റെസ്പോൺസിബിലിറ്റിയൊക്കെ ഫിക്സ് ചെയ്യാൻ വേണ്ടി ഈ ഗ്രോസ് കൺസെപ്റ്റാണ് ഹെൽപ്പ് ചെയ്യുന്നത്. നെക്സ്റ്റ് രണ്ടാമത്തെ കൺസെപ്റ്റാണ് നെറ്റ് കൺസെപ്റ്റ്. According to net concept, working capital refers to excess of current assets over current liabilities. To be more clearly, working capital is equal to total assets minus total current liabilities. Thus, working capital refers to net current assets. The working capital as per net concept is called net working capital. The net concept is a qualitative concept because it establishes a relationship between current assets and current liabilities. നെറ്റ് കൺസെപ്റ്റ് പ്രകാരം കറണ്ട് ലൈബിലിറ്റീസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ എക്സസ് ഓഫ് കറണ്ട് അസെറ്റ്സ് ഓവർ കറണ്ട് ലൈബിലിറ്റീസ് ആണ്. കറണ്ട് ലൈബിലിറ്റീസിനേക്കാളും എത്രത്തോളമാണ് കറണ്ട് അസെറ്റ്സ് ഉള്ളത് അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, നെറ്റ് കൺസെപ്റ്റ് പ്രകാരം വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ കറണ്ട് ലയബിലിറ്റീസിനേക്കാൾ എത്രത്തോളം കൂടുതലാണ് കറണ്ട് അസെറ്റ് ഉള്ളത് ആ കൂടുതൽ വരുന്നതാണ് വർക്കിംഗ് ക്യാപിറ്റൽ. നമുക്ക് അത് ഇക്വേഷൻ പ്രകാരം ചെയ്യുകയാണെങ്കിൽ കറണ്ട് അസെറ്റ്സ് മൈനസ് കറണ്ട് ലയബിലിറ്റീസ് ആയിരിക്കും വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. നെറ്റ് കൺസെപ്റ്റ് പ്രകാരം വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് കറണ്ട് അസെറ്റ്സ് മൈനസ് കറണ്ട് ലയബിലിറ്റി. എന്ന് വെച്ചാൽ വർക്കിംഗ് ക്യാപിറ്റൽ ഈസ് ഈക്വൽ ടു നെറ്റ് കറണ്ട് അസെറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, കറണ്ട് അസെറ്റിൽ നിന്ന് കറണ്ട് ലയബിലിറ്റീസ് കുറയ്ക്കുന്നതിന് നമുക്ക് നെറ്റ് കറണ്ട് അസെറ്റ് എന്ന് പറയാൻ വേണ്ടി സാധിക്കും. അപ്പം വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ നെറ്റ് കറണ്ട് അസെറ്റാണ്. ദെൻ ഈ വർക്കിംഗ് ക്യാപിറ്റൽ അല്ലേ ഈ കൺസെപ്റ്റ് പ്രകാരം നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ കൺസെപ്റ്റ് നമുക്ക് ക്വാളിറ്റേറ്റീവ് കൺസെപ്റ്റ് എന്ന് പറയാൻ വേണ്ടി സാധിക്കും. ക്വാളിറ്റേറ്റീവ് കൺസെപ്റ്റ് കാരണം ഈ കൺസെപ്റ്റ് പ്രകാരം ഇറ്റ് എസ്റ്റാബ്ലിഷസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ കറണ്ട് അസെറ്റ് ആൻഡ് കറണ്ട് ലയബിലിറ്റീസ്. കറണ്ട് അസെറ്റും കറണ്ട് ലയബിലിറ്റീസും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുള്ളത് കൊണ്ട് ഈ കൺസെപ്റ്റിന് നമുക്ക് ക്വാളിറ്റേറ്റീവ് കൺസെപ്റ്റ് എന്ന് പറയാൻ സാധിക്കും. ദ നെക്സ്റ്റ്, നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ക്യാൻ ബി പോസിറ്റീവ് ഓർ നെഗറ്റീവ്. വെൻ കറണ്ട് അസെറ്റ്സ് എക്സീഡ് കറണ്ട് ലയബിലിറ്റീസ് ഇറ്റ് ഈസ് കോൾഡ് പോസിറ്റീവ് വർക്കിംഗ് ക്യാപിറ്റൽ. When current liabilities are in excess of current assets, it is called negative working capital. ഇവിടെ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ അല്ലേ, നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ പോസിറ്റീവ് ഉണ്ട് നെഗറ്റീവ് ഉണ്ട്. എന്ന് വെച്ചാൽ പോസിറ്റീവ് നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ, നെഗറ്റീവ് നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ. ഒരു കറണ്ട് അസെറ്റ് കറണ്ട് ലയബിലിറ്റീസിനേക്കാളും കൂടുതൽ കറണ്ട് അസെറ്റ് ആണെങ്കിൽ ദാറ്റ് ഈസ് എന്താ, പോസിറ്റീവ് വർക്കിംഗ് ക്യാപിറ്റലാണ്. ദെൻ കറണ്ട് ലയബിലിറ്റീസ് ആണ് കറണ്ട് അസറ്റിനേക്കാളും കൂടുതലെങ്കിൽ അത് നെഗറ്റീവ് വർക്കിംഗ് ക്യാപിറ്റലാണ്. ദെൻ നമുക്ക് ഇതിൻ്റെ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ അഡ്വാൻറ്റേജ് എന്തൊക്കെയാണെന്ന് പഠിക്കാം. നെറ്റ് വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ അഡ്വാൻറ്റേജ്, ഫസ്റ്റ് വൺ, ഇറ്റ് മെഷേഴ്സ് ദ ഫേംസ് ലിക്വിഡിറ്റി. ഒരു ബിസിനസ് ഫേമിലെ ലിക്വിഡിറ്റി മെഷർ ചെയ്യുന്നു. എന്ന് വെച്ചാൽ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ കൺസെപ്റ്റ് അല്ലെങ്കിൽ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ പ്രകാരം ഒരു ബിസിനസ് ഫേമിൻ്റെ ലിക്വിഡിറ്റി മെഷർ ചെയ്യുന്നു. ലിക്വിഡിറ്റി എന്ന് പറഞ്ഞാൽ എന്താ, ബിസിനസ് ഫേമിന് പണമുള്ളൊരവസ്ഥ അല്ലേ, ലിക്വിഡ് ആയിട്ടുള്ള ഒരവസ്ഥയ്ക്കാണ് നമ്മൾ ലിക്വിഡിറ്റി എന്ന് പറയുന്നത്. അല്ലെ, പണമുള്ളൊരു ക്യാഷ് പൊസിഷന് നമ്മൾ ലിക്വിഡിറ്റി എന്ന് പറയുന്നത്. ദെൻ സെക്കൻഡ് വൺ, ഇറ്റ് എനേബിൾസ് ദ ക്രെഡിറ്റേഴ്സ് ആൻഡ് ഇൻവെസ്റ്റേഴ്സ് ടു അസസ് ദ ഷോർട്ട് ടൈം സോൾവൻസി ഓഫ് ദ ഫേം. ഈ ക്രെഡിറ്റേഴ്സും അതുപോലെ തന്നെ ഇൻവെസ്റ്റേഴ്സൊക്കെ ബിസിനസ് ഫേമിൻ്റെ ഷോർട്ട് ടൈം സോൾവൻസിയൊക്കെ അസസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ഈ കൺസെപ്റ്റ് പ്രകാരമുള്ള വർക്കിംഗ് ക്യാപിറ്റലാണ്.
എന്നുവെച്ചാൽ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ കൺസെപ്റ്റ് പ്രകാരം ക്രെഡിറ്റേഴ്സും ഇൻവെസ്റ്റേഴ്സും ഒക്കെ ഒരു ബിസിനസ് ഫേമിൻ്റെ ഷോർട്ട് ടൈം സോൾവൻസി മെഷർ ചെയ്യുന്നു. ഷോർട്ട് ടൈം സോൾവൻസി എന്ന് പറഞ്ഞാൽ എന്താ? ബിസിനസ് ഫേമിന് ഷോർട്ട് ടൈം ലയബിലിറ്റീസ് മീറ്റ് ചെയ്യാനുള്ള കഴിവിനാണ് ഷോർട്ട് ടൈം സോൾവൻസി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നുവെച്ചാൽ ഒരു ബിസിനസ് ഫേമിന് ഷോർട്ട് ടൈം ലയബിലിറ്റീസൊക്കെ മീറ്റ് ചെയ്യാനുള്ള കഴിവ് അസസ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നത് എന്താ? ഈ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റലാണ്. The next one, it indicates the extent to which working capital can be financed with long term funds. ഇവിടെ പറയുന്നത് ലോങ് ടൈം ഫണ്ട്സ് ഉപയോഗിച്ചുകൊണ്ട് ഈ വർക്കിംഗ് ക്യാപിറ്റൽ നമ്മൾ എത്രത്തോളം ഫിനാൻസ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ വർക്കിംഗ് ക്യാപിറ്റൽ നമ്മൾ എത്രത്തോളം ലോങ് ടൈം ഫണ്ട്സ് ഉപയോഗിച്ചിട്ടുണ്ട് എന്നൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടി ഈ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റലാണ് ഉപയോഗിക്കുന്നത്. ഈ ലോങ് ടൈം ഫണ്ട്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലേ, എന്താ? ഡിബഞ്ചേഴ്സ്, അതുപോലെ ഷെയർസ്, ഇക്വിറ്റി ഷെയർസ്, ഡിബഞ്ചേഴ്സ്, ബാങ്കിൽ നിന്നൊക്കെ എടുക്കുന്ന ലോങ് ടൈം ലോൺസൊക്കെയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഫണ്ട്സിൽ എത്രത്തോളമാണ് നമ്മൾ വർക്കിംഗ് ക്യാപിറ്റലിന് ഉപയോഗിക്കുന്നത് അത് കണ്ടുപിടിക്കാൻ വേണ്ടി ഈ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ കൺസെപ്റ്റാണ് ഉപയോഗിക്കുന്നത്. ദെൻ ഫോർത്ത് വൺ, ഇറ്റ് ഈസ് ആൻ ഇൻഡിക്കേറ്റർ ഓഫ് ദ ഫിനാൻഷ്യൽ സൗണ്ട്നെസ് ഓഫ് ആൻ എൻ്റർപ്രൈസ്. ഒരു ബിസിനസ് ഫേമിൻ്റെ ഫിനാൻഷ്യൽ സൗണ്ട്നെസ് ഒക്കെ കണ്ടുപിടിക്കാൻ വേണ്ടി, അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയൊക്കെ ഉപയോഗിക്കുന്നത് ഈ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റലാണ്. ദെൻ തേർഡ് കൺസെപ്റ്റാണ് സീറോ വർക്കിംഗ് ക്യാപിറ്റൽ കൺസെപ്റ്റ്. This is one of the latest trend in working capital. Under this policy, the working capital tends to be zero. That is, at all times, the current assets shall equal to current liabilities. Excess investment in current assets is avoided and firm meets its current liabilities out of matching current asset. ഇവിടെ സീറോ വർക്കിംഗ് ക്യാപിറ്റൽ ഉള്ള കൺസെപ്റ്റ് പ്രകാരം വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് കറണ്ട് അസറ്റും കറണ്ട് ലയബിലിറ്റീസും തുല്യമായിട്ട് വരുന്ന ഇതിനാണ് നമ്മൾ പറയുന്നത്. എന്ന് വെച്ചാൽ വർക്കിംഗ് ക്യാപിറ്റൽ എല്ലായ്പ്പോഴും സീറോ ആയിരിക്കും. സീറോ വർക്കിംഗ് ക്യാപിറ്റൽ കൺസെപ്റ്റ് പ്രകാരം വർക്കിംഗ് ക്യാപിറ്റൽ സീറോ ആയിരിക്കും. എന്ന് വെച്ചാൽ കറണ്ട് അസറ്റ്സ് മൈനസ് കറണ്ട് ലയബിലിറ്റി സീറോ ആകണം. അങ്ങനെയുള്ള കേസിലാണ് നമ്മളോട് വർക്കിംഗ് ക്യാപിറ്റൽ പൊസിഷൻ അല്ലെങ്കിൽ വർക്കിംഗ് ക്യാപിറ്റൽ ഉണ്ടെന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കുന്നത്. എന്ന് വെച്ചാൽ ബിസിനസ് ഫേമിൻ്റെ കറണ്ട് അസറ്റ് എത്രയാണോ അതിന് തുല്യമായിട്ടുള്ള കറണ്ട് ലയബിലിറ്റീസ് ബിസിനസ് ഫേമിൽ ഉണ്ടാകണം. ആ അവസ്ഥയ്ക്കാണ് നമ്മളെന്ത് പറയുന്നത്? സീറോ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. സീറോ വർക്കിംഗ് ക്യാപിറ്റൽ പക്ഷെ അവിടെ വർക്കിംഗ് ക്യാപിറ്റൽ ഉണ്ടായിരിക്കുകയല്ല, പക്ഷെ അല്ലെങ്കിൽ വർക്കിംഗ് ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ കറണ്ട് അസറ്റ് ആയിട്ടാണ് നമ്മൾ വർക്കിംഗ് ക്യാപിറ്റൽ എടുക്കുന്നുണ്ടെങ്കിൽ തന്നെ അതിന് തുല്യമായ കറണ്ട് ലയബിലിറ്റീസ് ഉണ്ടാകണം. അതാണ് ഇവിടെ പറയുന്നത്. അണ്ടർ ദിസ് പോളിസി ദ വർക്കിംഗ് ക്യാപിറ്റൽ ടെൻസ് ടു ബി സീറോ. That is, at all times the current assets shall equal to current liabilities. എല്ലായ്പ്പോഴും കറണ്ട് അസറ്റ് കറണ്ട് ലയബിലിറ്റീസിന് തുല്യമാകണം. എന്ന് വെച്ചാൽ ഒരിക്കലും നമ്മൾ ഇങ്ങനെയുള്ള ബിസിനസ് ഫേമിൽ കറണ്ട് അസറ്റ്സ് കൂടുതലാകാൻ പാടില്ല. എക്സസ് ഇൻവെസ്റ്റ്മെൻറ്റ് കറണ്ട് അസറ്റ്സ് ഉണ്ടാകാൻ പാടില്ല അല്ലേ. എല്ലായ്പ്പോഴും കറണ്ട് ലയബിലിറ്റീസ് മീറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള കറണ്ട് അസറ്റ്സ് ബിസിനസ് ഫേമിൽ ഉണ്ടായിരിക്കുന്നത് എല്ലായ്പ്പോഴും തുല്യമായിരിക്കണം. അങ്ങനെയുള്ള കൺസെപ്റ്റിനാണ് നമ്മൾ എന്ത് പറയുന്നത്? സീറോ വർക്കിംഗ് ക്യാപിറ്റൽ കൺസെപ്റ്റ്. അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ചത് വർക്കിംഗ് ക്യാപിറ്റലാണ്. എന്താണ് വർക്കിംഗ് ക്യാപിറ്റൽ, അതുപോലെ തന്നെ കൺസെപ്റ്റാണ് പഠിച്ചത്.